അപ്പോസ്തല പ്രവൃത്തിയിലെ പ്രാർത്ഥന എന്നുള്ള വിഷയമാണ് നമ്മുടെ പഠനം. ഈ പ്രഭാതത്തിൽ ചില ദൈവിക ചിന്തകൾ നാം വീണ്ടും കൂടുതൽ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മീയ ഉണർവിന് കാരണമായി തീരും. എന്തുകൊണ്ട് ദൈവസഭ പ്രാർത്ഥനയുടെ ഈ പാഠങ്ങൾ വീണ്ടും പഠിക്കണം എന്നുള്ളത് നാം ഇന്നലെ ചിന്തിച്ചപ്പോൾ അതിനുള്ള കാരണം ഇന്നത്തെ കാലിക പ്രസക്തമായ വിഷയങ്ങളാണ്. പ്രതിലോമ ശക്തികൾ ഒരു വശത്ത് ശക്തി ആർജിക്കുന്നു. അപ്പോൾ തന്നെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത രീതിയിൽ നിയമവും അതിന്റെ അധികാരികളും ചട്ടക്കൂടുകളും കീഴ്വഴക്കങ്ങളും പ്രതികൂലമായി തന്നെ നമ്മുടെ മുന്നേറ്റങ്ങളെ തടസ്സം സൃഷ്ടിക്കുന്നു. നാം കാണുമ്പോൾ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒട്ടും ഇന്ന് ആശ്വാസകരമല്ല. മുന്നിലും പുറകിലും ചുറ്റുപാടുമെല്ലാം വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉയരങ്ങളിലേക്ക് നോക്കുവാൻ, സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ, ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ നമ്മുടെ കർത്താവിലേക്ക് നോക്കുവാൻ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ, പ്രിയമുള്ളവരെ, ഇത് ദൈവമുഖം അന്വേഷിക്കേണ്ട സമയമാണ്. കാരണം ഇതൊരു മനുഷ്യന്റെ സമയമല്ല. സകലവിധ ദുഷ്ടശക്തികളും പൈശാചിക അധികാരങ്ങളും മാനുഷിക നേതൃത്വങ്ങളും എല്ലാ സുവിശേഷത്തിന്റെ ശത്രുക്കളും മതത്തിന്റെ എല്ലാ നായകന്മാരും ഒന്നിച്ച് സംഘടിച്ചുകൊണ്ട് ഇന്ന് വിശുദ്ധന്മാരെ ആക്രമിക്കുന്ന, ദൈവജനത്തെ ഇല്ലാതാക്കുന്ന, ദൈവസഭയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന, സഭയുടെ വർത്തമാനകാല പ്രസക്തിയെ അപമാനിക്കുന്ന, നമ്മെ ദേശദ്രോഹികളായി, രാജ്യത്തിന്റെ വിരുദ്ധരായി, ഭാരതീയ സംസ്കാരത്തെയും ദേശീയതയും രാജ്യത്തിന്റെ ഐക്യതയ്ക്കും അഖണ്ഡതയ്ക്കും എതിരെ നിൽക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഒറ്റപ്പെടുത്തുന്ന ഒത്തിരി സംഭവങ്ങൾ ഇന്നൊരു വാർത്ത പോലും അല്ലാതെ ആയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്തിന് പിന്തുണയ്ക്കോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആനുകൂല്യത്തിനോ ഭരണാധികാരികളുടെ ഇംഗിതത്തിനോ സഹായിക്കുവാൻ സന്മനസ് കാണിച്ച് മുൻപോട്ട് വരുന്നവരുടെ ആശീർവാദത്തിൽ എന്നും കഴിയേണ്ട ഒരു സമൂഹമല്ല നാം ആരാണെന്ന് നാം തിരിച്ചറിയുന്നതാണ് നമ്മുടെ ജയം അല്ലെങ്കിൽ വിടുതൽ എന്ന് പറയുന്നത്. ഏത് ഉന്നതന്റെ മീതെയും ഒരു അത്യുന്നതൻ വാഴുന്നു. നമ്മുടെ കർത്താവ് സർവശക്തനായി ഇന്നും ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ വസിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന് പ്രഭു ആണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന് വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാം. സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മുടെ യേശുവിന്റെ അധികാര പരിധി കേവലം ഒരു പ്രാദേശിക മേഖലയല്ല. അത് ഭാഷ, ജാതി, വംശം, ഗോത്രം, എല്ലാ ജനവിഭാഗങ്ങൾക്കും അപ്പുറത്ത് അതിരുകളില്ലാത്ത ഈ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന യേശുക്രിസ്തുവിന്റെ സർവാധിപത്യം, കർത്തൃത്വം, സകലത്തിന് മീതെയുള്ളവൻ, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലത്തിന് മീതെയും ഇന്നും എല്ലാം നിയന്ത്രിക്കുന്ന യേശു നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, എന്താണ് കർത്താവിന്റെ വലിയ വാഗ്ദത്തം? ഇതാ, ഞാൻ ലോകാവസാനത്തോടെ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പീഡനച്ചൂടിൽ ദൈവസഭ തളർന്നു പോകുന്നില്ല. ഭീഷണികളുടെയും എതിർപ്പുകളുടെയും ശക്തമായ വേലിയേറ്റം ഉണ്ടായി എന്ന് പറഞ്ഞാലും അതിൽ ഒലിച്ചു പോകുന്നതല്ല ദൈവസഭയുടെ അടിത്തറ എന്ന് പറയുന്നത്. എത്രമാത്രം പൈശാചിക സ്വാധീനങ്ങളും സാത്താന്യ ശക്തി കേന്ദ്രങ്ങളും, അപ്പോൾ തന്നെ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വർഗീയ തത്വസമൂഹങ്ങളുടെ സംഘാടകർ എത്രമാത്രം ദൈവപ്രവൃത്തിയെ ഇല്ലാതാക്കുവാനും കുഴിച്ചുമൂടുവാനും നശിപ്പിച്ചു കളയുവാനും പരിശ്രമിച്ചാൽ അവിടെയെല്ലാം ശക്തിയോടെ പ്രബലപ്പെടുന്ന, അത്യന്ത ശക്തിയോടെ സകലത്തെയും കീഴ്പ്പെടുത്തുവാനും അതിജീവിക്കാനും കഴിവുള്ള സുവിശേഷത്തിന്റെ ശക്തിയിൽ നാം വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ തലമുറ വലിയ അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണ്. അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന വാർത്തകൾ നാളെയും ഉണ്ടാകാം. നമുക്ക് അല്പമില്ലാത്ത ആശങ്കകളും ഭീതിജനകമായ സാഹചര്യങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന് പരിഹാരം മറ്റേതെങ്കിലും മുന്നണിയോ നമ്മളെ സഹായിക്കുന്ന മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊടിയുടെ കീഴിൽ അണിനിരന്ന് നമ്മുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുവാനുമുള്ള സന്ദർഭമല്ല ഇതെന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രിയരെ, പ്രാർത്ഥന മാത്രമാണ് ഏക പോംവഴി. എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മുടെ പ്രാർത്ഥനയുടെ ഘടന, ഭാഷ, ശൈലി, രീതി മാറേണ്ടത് വളരെ ആവശ്യമാണ്. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന എന്ന് നാം വായിക്കുന്നു. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന, നീതിമാന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന, രണ്ടുപേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് നാം സുവിശേഷങ്ങൾ വായിക്കുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ള യേശുവിന്റെ ആഹ്വാനം, അർദ്ധരാത്രിയിലെ സ്നേഹിതന്റെ അപേക്ഷയാകുന്ന, യാതനയാകുന്ന പ്രാർത്ഥനയെക്കുറിച്ച് യേശുവും വിവരിക്കുന്നു. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനായി ജാഗരിക്കുകയും അതോടുകൂടി സ്തോത്രം ചെയ്യണമെന്ന് അപ്പോസ്തലന്മാർ നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ ഇട്ടിരിക്കുവാനും പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായി തീരുവാനും ലേഖനങ്ങളിൽ കൂടി അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. യേശു കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി പ്രാർത്ഥിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ കാണുവാൻ കഴിയും. യേശു കർത്താവിന്റെ ക്രൂശിലെ മധ്യസ്ഥതയും അപേക്ഷകളും ഗതസമനയിൽ താൻ വചനം ചൊല്ലി പ്രാർത്ഥിച്ചുമൊക്കെ നമുക്ക് സുവിശേഷ ഭാഗങ്ങളോട് ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ യേശുവിന്റെ പ്രാർത്ഥനാ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ആദിമസഭയുടെ ശക്തി എന്ന് പറയുന്നത് അവർ ഓരോരുത്തരും ഒരു പ്രയർ ഹൗസ്, പ്രാർത്ഥന സംഭരണികളായിരുന്നു. എന്തായിരുന്നു ആദിമസഭയുടെ ദൗർബല്യം? അവർക്ക് പണമില്ലായിരുന്നു, സമ്പത്തില്ലായിരുന്നു, ഭൗതിക സ്വത്തുക്കളില്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിലും ആരുടെ സ്വന്തം പേരിലില്ലായിരുന്നു. എല്ലാം പൊതുവകയായിരുന്നു. മറ്റുള്ളവർ ആവശ്യങ്ങൾക്ക് വിധിച്ച്
പകുത്തു നൽകുവാൻ തക്കവണ്ണം അപ്പോസ്തലന്മാർ അത് സ്വന്തമെന്ന് പറഞ്ഞില്ല. അവർക്ക് അടിസ്ഥാനമായി ഉണ്ടായിരുന്നത് പ്രാർത്ഥനയുടെ ശക്തിയായിരുന്നു. അവർ അനുവർത്തിച്ച പ്രാർത്ഥനയുടെ ആ സമീപനം ശൈലി മതശക്തികളെയും നാടുവാഴികളെയും പള്ളിപ്രമാണികളെയും പരീക്ഷ സമൂഹത്തെയും അന്താളിപ്പിച്ചു എന്ന് പറയുന്നതിൽ, ഭയചകിതരാക്കി എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരും മറ്റ് യോഗ്യതകൾ ഒന്നും പറയുവാനില്ലാത്തവർ, സമൂഹത്തിൽ ഉയർന്ന നിലവാരമുള്ളവരാരുമില്ല. ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർ ബഹുമാനിക്കത്തക്ക ഉന്നത സ്ഥാനീയർ ആരും ഇവരുടെ ഇല്ല. അവരെല്ലാം ഗലീലക്കാരാണ്. ഭൂരിപക്ഷം പേരും മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെട്ട വിരുദ്ധരാണ്. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ 12 പേരെ കുറിച്ച് അത്ര വലിയ പ്രശംസയ്ക്കോ ബഹുമാനത്തിനോ ആദരവിനോ അംഗീകാരത്തിനൊന്നും യോഗ്യതയുള്ളവരായിരുന്നില്ല അവരാരും. പക്ഷെ അവർ മേൽ സ്വർഗത്തിൽ നിന്ന് പകർന്ന അത്യന്ത ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, അവർ പ്രാപിച്ച ആത്മശക്തി ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നതായിരുന്നു. ശിമോൻ പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഇന്ന് വെള്ളിയും പൊന്നും നമുക്കുണ്ട്. ഒരുപക്ഷെ വെള്ളിയായിട്ടും പൊന്നായിട്ടും അല്ലായിരിക്കും, പണമായിട്ട്, സമ്പത്തായിട്ട്, ഇഷ്ടംപോലെ സമ്പാദ്യങ്ങളായിട്ട്, നിക്ഷേപങ്ങളായിട്ട്, നിശ്ചയമില്ലാത്ത ധനമായിട്ട് നമുക്ക് കാണും. പക്ഷെ പത്രോസിന് ഉണ്ടായിരുന്നത് ആത്മശക്തിയായിരുന്നു, ദൈവകൃപയായിരുന്നു, മുടന്തനെ എഴുന്നേൽപ്പിക്കാനുള്ള നിയോഗമായിരുന്നു. പ്രിയമുള്ള, ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് ആ നിയോഗങ്ങളാണ്, ആത്മനിർണയങ്ങളാണ്. ഇവിടെയാണ് നാം മടങ്ങി വരേണ്ടത്. നമ്മുടെ പ്രാർത്ഥന വഴിമാറേണ്ടത് ദൈവപ്രവൃത്തിയുടെ വലിയ ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ്. കേവലം സുവിശേഷം നമുക്ക് നൽകുന്നത് മതപരമായ ചിട്ടകളോ അതിന്റെ ചട്ടങ്ങളോ അല്ല. സുവിശേഷം ശക്തിയാണ്. അത് ക്രൂശിന്റെ സന്ദേശമാണ്. അത് ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്നതാണ്. അത് ഏത് വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും പ്രാർത്ഥനയിൽ കൂടി സമൂഹത്തെ മാറ്റുന്ന ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ക്രിസ്തുവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ സമർപ്പണത്തിനും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെങ്കിൽ, പ്രിയമുള്ളവരെ, അതിനുവേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാണ്. ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. ഇത് ദൈവത്തിന്റെ കൈറോസ് ടൈമാണ്. ദൈവപ്രവർത്തന സമയം വന്നു കഴിഞ്ഞു. നമുക്കതിൽ നിന്ന് ഒഴിവഴിവുള്ളവരായി മാറിയിരിക്കാൻ കഴിയത്തില്ല. നാം ലോകത്തിന് പിന്നാലെ പരക്കം പായാതെ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ, കൃപ പ്രാപിപ്പാൻ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, മുടന്തന് കൈ കൊടുക്കുവാൻ, രോഗികളുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുവാൻ, സുവിശേഷത്തിന്റെ സദ്വർത്തമാനം ഇനിയും ദേശത്ത് വിളംബരം ചെയ്യുവാൻ നമുക്ക് വീണ്ടും കഴിയും. അത് കഴിയുന്നത് ശക്തിയേറിയ പ്രാർത്ഥന കൊണ്ടാണ്. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ആത്മാവിൽ ഒരുങ്ങാം. അതൊരു പോരാട്ട പ്രാർത്ഥനയാണ്. അതൊരു മുഴങ്കാൽ യുദ്ധമാണ്. മോശയുടെ കൈ ഉയർന്നിരിക്കുന്നത് പോലെ വിശുദ്ധന്മാർ കരകൾ ഉയർത്തി ദൈവസന്നിധിയിലുള്ള ആത്മമണ്ഡലങ്ങളിൽ യുദ്ധമാണ്. ഒരു ജയം കാണുവോളം, നമ്മുടെ രാജ്യത്തിന് ഉണർവ് കാണുവോളം കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, നിലവിളിക്കുവാൻ, ആത്മദമനം ചെയ്യുവാൻ, മധ്യസ്ഥനെ അണയ്ക്കുവാൻ, പക്ഷപാതം ചെയ്യുവാൻ, ഇടിവിൽ നിൽക്കുവാൻ, യേശു കർത്താവ് യെരൂശലേമിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച പോലെ ദേശങ്ങളുടെ പേര് പറഞ്ഞ് ദേശങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് വീണ്ടും, പ്രിയമുള്ളവരെ, പ്രാർത്ഥനാ മുറിയിലേക്ക് മടങ്ങാം. ആനുകാലികമായ പത്രങ്ങളും മറ്റു മീഡിയകളും റിപ്പോർട്ടുകളും നാട്ടുവർത്തമാനവും രാഷ്ട്രീയവും കാര്യങ്ങൾ ചിന്തിച്ചും പറഞ്ഞും നമ്മുടെ സമയം പാഴാക്കി കളയാതെ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവകൃപയെ കൊതിക്കുന്ന ഒരു തലമുറ, ദാഹമുള്ള ഒരു തലമുറ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ സമർപ്പിക്കപ്പെടുമെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നാം ആ ഉണർവ് കാണും. നാം നമ്മുടെ തലമുറയിൽ ഒരു ദൈവപ്രവൃത്തി കാണും. നമ്മുടെ തലമുറ അതിനുവേണ്ടി സമർപ്പിതരാകാം. ഇനിയും നമ്മുടെ മുമ്പിൽ സമയം വേറെയില്ല. ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ, നിങ്ങൾ അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, വേറെ ആര്? ഈ സമയം ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സജ്ജമാക്കാം. അപ്പോസ്തലപ്രവൃത്തിയിൽ പഠനം തുടരുന്നതാണ്. പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും ദൈവാനുഭവങ്ങൾ ചിന്തിക്കാം. ഗോഡ് ബ്ലെസ് യു.